മറ്റൊരു കാര്യമുള്ളത് ആർപ്പൂക്കര പഞ്ചായത്ത് ഇതുമായി ബന്ധപ്പെട്ട് ഒരു റിപ്പോർട്ട് സമർപ്പിക്കാൻ കൂടി, അതായത് പഞ്ചായത്ത് നോട്ടീസ് നൽകാൻ കൂടി തീരുമാനിച്ചിരിക്കുകയാണ്. പ്രത്യേകിച്ച് പഞ്ചായത്തിന്റെ പരിധിയിൽ വരുന്ന കോട്ടയം മെഡിക്കൽ കോളേജിൽ ഇത്തരം ബലക്ഷയമുള്ള കെട്ടിടങ്ങൾ ഉള്ളതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് അത്തരത്തിലൊരു നോട്ടീസ് നൽകാനുള്ള തീരുമാനം കൂടി ഇപ്പോൾ കൈക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ആർപ്പൂക്കര പഞ്ചായത്ത് പ്രസിഡന്റ് അരുൺ ഫിലിപ്പ് കൂടെ ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീ അരുൺ ഫിലിപ്പ്, പഞ്ചായത്തിന്റെ പരിധിയിലുള്ള കെട്ടിടമാണ്, അതിന്റെ ഒരു ബലക്ഷയം സംബന്ധിച്ചുള്ള വിവരങ്ങളൊക്കെ നേരത്തെ അറിഞ്ഞിരുന്നു എന്നുള്ള കാര്യത്തിൽ വ്യക്തമല്ല. എന്തായാലും ഇപ്പോൾ ഇങ്ങനെയൊരു അപകടമുണ്ടായ ഒരു സാഹചര്യത്തിൽ കൂടി അതുമായി ബന്ധപ്പെട്ട ഒരു നോട്ടീസ് നൽകാനുള്ള പഞ്ചായത്തിന്റെ തീരുമാനം, അത് ഇനിയിപ്പോൾ എങ്ങനെയാണ് അത് പ്രാവർത്തികമാക്കാൻ പോകുന്നത്? അല്ല, ഇനിയിപ്പം പഞ്ചായത്ത് കമ്മിറ്റി അടുത്ത ദിവസം കൂടുന്നുണ്ട്. അപ്പം കമ്മിറ്റിയിൽ ഈ കാര്യങ്ങളൊക്കെ വിശദമായി ചർച്ച ചെയ്തതിനു ശേഷം നമ്മുടെ പഞ്ചായത്തിന്റെ അധികാരത്തിൽ നിൽക്കുന്ന കാര്യങ്ങൾ ബന്ധപ്പെടുത്തി ബഹുമാനപ്പെട്ട മെഡിക്കൽ കോളേജ് അധികൃതരോട് ഈ കാര്യങ്ങളെ കുറിച്ച് വിശദമായി തന്നെ ഒരു ഫിറ്റ്നസുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചോദിക്കാനുള്ള കാര്യമാണ് ചെയ്യാൻ പോകുന്നത്. ഹലോ, അതായത് UDF ഭരണസമിതി ആയതുകൊണ്ട് തന്നെ ഇതൊരു രാഷ്ട്രീയ വിഷയമായി മാറ്റാനുള്ള ഒരു ശ്രമം നടക്കുന്നുണ്ടോ ശ്രീ അരുൺ ഫിലിപ്പ്? ഇല്ല, ഇതൊന്നും രാഷ്ട്രീയമില്ല. ഇതില് നമുക്ക് രോഗികളുടെ കുട്ടികൾക്ക് അവിടെയുള്ള ജോലിക്കാരെ സുരക്ഷിതത്വമാണ് പഞ്ചായത്ത് ആഗ്രഹിക്കുന്നത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് പഞ്ചായത്തിനെ കൊണ്ട് ചെയ്യാൻ സാധിക്കുന്ന കാര്യം ചെയ്യുക, അത്രേ ഉള്ളൂ. ശ്രീ അരുൺ ഫിലിപ്പ്, ഈ ഒരു സംഭവത്തിന്റെ മാത്രം പശ്ചാത്തലത്തിലല്ല, കേരളത്തിലെ അടുത്തിടെയായിട്ട് ഈ മഴക്കാലത്തൊക്കെ ഈ കെട്ടിടങ്ങൾ തകർന്ന നിരവധി ആളുകൾ മരിക്കുന്ന സംഭവങ്ങൾ, ഇതര സംസ്ഥാന തൊഴിലാളികളൊക്കെ മരിക്കുന്ന സംഭവങ്ങളൊക്കെ പലയിടത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ തന്നെ മനസ്സിൽ തോന്നിയ ഒരു സംശയമാണ്, ഈ പഞ്ചായത്തുകൾക്ക് ഇത്തരം കെട്ടിടങ്ങൾ, കാലപ്പഴക്കമുള്ള കെട്ടിടങ്ങൾക്ക് നോട്ടീസ് നൽകി അത് പൊളിച്ചു മാറ്റാനുള്ള ഒരു അധികാരമുണ്ട് സ്വാഭാവികമായിട്ട്. പക്ഷേ ആ അധികാരം പലയിടത്തും പ്രയോഗിക്കപ്പെടുന്നില്ല, അല്ലെങ്കിൽ അത്തരം ഒരു കാര്യത്തിലേക്ക് ശ്രദ്ധയൂന്നുന്നില്ല എന്നുള്ളതല്ലേ വാസ്തവം. നമ്മുടെ നാടുകളിലൊക്കെ നടക്കുമ്പോൾ തന്നെ നമുക്ക് കാണാം, ഒരുപാട് ഇത്തരം കാലപ്പഴക്കം ചെന്ന കെട്ടിടങ്ങളിലൊക്കെ ആളുകൾ താമസിക്കുന്നുണ്ട്. അപ്പോൾ അത്തരം ഒരു പ്രോസസ് കൂടി പഞ്ചായത്തിന്റെയോ മുനിസിപ്പാലിറ്റിയുടെ ഒക്കെ ഭാഗത്ത് നിന്ന് വളരെ കൃത്യമായി നടക്കേണ്ടതല്ലേ? അല്ല, തീർച്ചയായിട്ടും ഇത് കാലാകാലങ്ങളിൽ പഞ്ചായത്ത് ഇതുപോലുള്ള കെട്ടിടങ്ങളെ അല്ലെങ്കിൽ ശോചനീയാവസ്ഥ സ്ഥാപനങ്ങളെല്ലാം ഫിറ്റ്നസ് നോക്കിക്കൊള്ളുകയാണല്ലോ. ഫിറ്റ്നസ് ഉണ്ടോ ഇല്ലെന്ന് പ്രത്യേകിച്ച് നമ്മുടെ സർക്കാർ സ്കൂളുകളിലെ അങ്ങനെയുള്ള പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളെല്ലാം പഞ്ചായത്തിനെ സമീപിക്കുന്നുണ്ട്. പക്ഷേ ഇവിടുത്തെ സാഹചര്യം എന്ന് വെച്ചാൽ മെഡിക്കൽ കോളേജുമായിട്ട് ബന്ധപ്പെട്ട ഒരു കമ്മ്യൂണിക്കേഷൻസും പഞ്ചായത്തുമായിട്ട് നടക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. അത് കുറച്ച് കാലങ്ങളായിട്ട് ഇങ്ങനെയാണ് പോകുന്നത്. ഓക്കെ, വളരെയധികം നന്ദി.